വാസിഷ്ഠസുധ യോഗവാസിഷ്ഠസാരം ഓഡിയോ ബുക്ക് തുടരുന്നു. നിർവാണ പ്രകരണം ഭഗീരഥോപാഖ്യാനം 8-ാം സർഗം. വസിഷ്ഠൻ പറഞ്ഞു, പേജ് 339. വസിഷ്ഠൻ പറഞ്ഞു, രാമ, ചിത്തത്തെ ബാഹ്യ വിഷയങ്ങളിൽ നിന്നൊക്കെ പിന്തിരിപ്പിച്ച് നിശ്ചലമായ അന്തരാത്മാവിൽ ഉറപ്പിക്കൂ. എന്നിട്ട് വന്നു ചേരുന്ന കർമ്മങ്ങൾ യഥാവിധി അനുഷ്ഠിച്ച് ആശകൾ വെടിഞ്ഞ് ശാന്തനായി സ്ഥിതി ചെയ്യൂ. മനസ്സുകൊണ്ട് തന്നെ മനസ്സിനെ ആകാശം പോലെ നിർമ്മലമാക്കി മുനിയായി ഭവിക്കൂ. സർവത്ര സമഭാവനയോടെ ശാന്തനായി സ്ഥിതി ചെയ്യൂ. ജ്ഞാനിയും സ്ഥിരബുദ്ധിയും സ്വകർമ്മ നിരതനുമായിരുന്ന ഭഗീരഥനെപ്പോലെ നിനക്കും ദുസ്സാധ്യമായ എന്തും സാധ്യമായിത്തീരും. രാമൻ ചോദിച്ചു, ഭഗവൻ, സത്യബോധം ഉൾക്കൊണ്ട ചിത്തചമത്കാരത്തിലൂടെ ഭഗീരഥൻ എങ്ങനെയാണ് ഗംഗയെ ഭൂമിയിലേക്ക് ആനയിച്ചത്? എനിക്കത് വ്യക്തമായി വിവരിച്ചു തന്നാലും. വസിഷ്ഠൻ പറഞ്ഞു, പരമധാർമ്മികനായ ഭഗീരഥ മഹാരാജാവ് ജീവിച്ചിരുന്നതായി രാമ നീ കേട്ടിട്ടുണ്ടല്ലോ. സമുദ്രമതിരായുള്ള മഹീമണ്ഡലത്തിന് അദ്ദേഹം തിലകം പോലെ ശോഭിച്ചിരുന്നു. അർത്ഥികൾ എന്തു തന്നെ സങ്കല്പിച്ച് അദ്ദേഹത്തെ സമീപിച്ചാലും അതവർക്ക് കിട്ടിയിരിക്കും. ചിന്താമണി രത്നം എന്ന പോലെ സദാ പ്രസന്നവദനായി അദ്ദേഹം അർത്ഥികളെ അനുഗ്രഹിച്ചിരുന്നു. ലോകബന്ധുവായിരുന്ന അദ്ദേഹം പാതാള ലോകത്തേക്ക് പതിച്ചു പോയിരുന്ന സ്വബന്ധുക്കളെ ഗംഗയാകുന്ന സോപാന മാർഗത്തിലൂടെ ബ്രഹ്മലോകത്ത് കൊണ്ടെത്തിക്കുകയുണ്ടായി. യൗവനദശയിൽ കഴിയുമ്പോൾ തന്നെ നശ്വരമായ ഈ ലോകയാത്രയിൽ അദ്ദേഹം പര്യാകുലമതിയായി ഭവിച്ചു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ബുദ്ധി വിചാരപ്രവണമായി ഉള്ളിൽ ലോകകാര്യങ്ങളോട് വിരാഗം ഉദയം ചെയ്തു. താരുണ്യ വയസ്സിൽ മരുഭൂമിയിൽ ലത പോലെ ആ വിരക്തി വിളങ്ങി. ഏകാന്തത്തിൽ ആ മഹീപാലൻ ഇങ്ങനെ ചിന്തിച്ചു, ഈ ജീവിതയാത്ര എന്തുമാത്രം ആവർത്തന വിരസവും നിഷ്പ്രയോജനവുമാണ്. വീണ്ടും പകൽ, വീണ്ടും രാത്രി, എണ്ണമറ്റ കൊടുക്കൽ വാങ്ങലുകൾ, കർമ്മരംഗത്ത് ശുഷ്കവും വിരസവുമായ ഒരേ കർമ്മത്തിൻ്റെ ആവർത്തനം. എന്തു കിട്ടിയാൽ ഈ ലോകത്ത് പിന്നെയൊന്നും കിട്ടാൻ അവശേഷിക്കില്ല. അതു നേടാനുള്ള കർമ്മമാണ് കർമ്മം. ബാക്കിയെല്ലാം ഒരു തരം കർമ്മരോഗമാണ്. ഒരേ ചളിച്ചു പുളിച്ച കർമ്മം വീണ്ടും വീണ്ടും ചെയ്യുന്നതിൽ ജനം എന്തുകൊണ്ട് ലജ്ജിക്കുന്നില്ല? മൂഢബുദ്ധികൾ ലജ്ജിക്കുന്നില്ല. അറിവുള്ളവർക്ക് ഒരു കുട്ടിയെപ്പോലെ ഇതെങ്ങനെ ആവർത്തിക്കാൻ കഴിയും? ഇങ്ങനെ ചിന്തിച്ച് മനസ്സ് വ്യാകുലപ്പെട്ടു. സംസാരഭീരുവായ ഭഗീരഥൻ ഒരു ദിവസം ഗുരുവായ ത്രിതുലനെ സമീപിച്ച് ഇങ്ങനെ ചോദിച്ചു, ഭഗവൻ, അത്യന്തം ഭയകാരണങ്ങളായ ജരാമരണ മോഹാദി സർവ്വദുഃഖങ്ങളെയും ഒഴിച്ചു മാറ്റാൻ എന്താണ് ഉപായം? ത്രിതുലൻ മറുപടി പറഞ്ഞു, രാജാവേ, ചിരകാലം മനസ്സിനെ സമഭാവന അഭ്യസിപ്പിക്കണം. അതോടെ ഭേദചിന്ത അപ്പാടെ അകന്നു കിട്ടും. തുടർന്ന് സർവത്ര നിറഞ്ഞു നിൽക്കുന്ന തിങ്ങുന്ന ബോധസത്യം അനുഭവ വിഷയമാകും. അങ്ങനെ എല്ലാ ദുഃഖങ്ങളും ക്ഷയിക്കും. ഞാൻ, എൻ്റേത് എന്ന് തുടങ്ങിയ അഹന്ത മമത ഗ്രന്ഥികൾ പൊട്ടിച്ചിതറും. സംശയങ്ങളെല്ലാം അകലും. കർമ്മങ്ങളെല്ലാം ക്ഷയിക്കും. 290-ാം ശ്ലോകം. ജ്ഞേയം തു വിദുരാത്മാനം സംശുദ്ധജ്ഞപ്തിരൂപകം സച സർവഗതോ നിത്യം നാസ്തമേതി നചോദയം. അറിയപ്പെടേണ്ട സത്യം അവനവൻ്റെ സ്വരൂപമായ ശുദ്ധബോധമാണ്. അത് സർവത്ര നിറഞ്ഞു വിലസുന്നു. അത് നിത്യമാണ്. അത് ഉദിക്കുന്നില്ല, അസ്തമിക്കുന്നുമില്ല. ഭഗീരഥൻ ചോദിച്ചു, അല്ലയോ മുനീശ്വര, അത്യന്ത പരിശുദ്ധവും ശാന്തവുമായ ബോധം മാത്രമേ നിലവിലുള്ളൂ എന്നറിയാം. ദേഹാദി ജഡ ദൃശ്യങ്ങളൊന്നും വാസ്തവത്തിലില്ല എന്നും അറിയാം. എന്നാൽ എനിക്ക് അനുഭവം സ്പഷ്ടമാകുന്നില്ല. പ്രഭോ, ഇതുമാത്രം അനുഭവിച്ചുകൊണ്ട് എനിക്കെപ്പോഴും കഴിഞ്ഞുകൂടാൻ എന്താണ് മാർഗം? ത്രിതുലൻ പറഞ്ഞു, ജ്ഞാനാഭ്യാസം ദൃഢപ്പെടുന്നതോടെ മനസ്സ് ജ്ഞേയരൂപം കൈക്കൊള്ളും. അതായത് മനസ്സ് ബോധമയമായി മാറും. തുടർന്ന് താൻ ഉൾപ്പെടെ എല്ലാം ആ ബോധസത്യം തന്നെയാണെന്ന് അനുഭവിക്കാറാകും.
അങ്ങനെ ജനന മരണ ഭ്രമം ഒടുങ്ങിക്കിട്ടും. പുത്രദാരഗൃഹാദി ലൗകിക ബന്ധങ്ങളിൽ അസക്തനായിത്തീരണം. അവ കൂടാതെ തൻ്റെ ജീവിതം സഫലമാകുകയില്ലെന്ന ചിന്ത ഉപേക്ഷിക്കണം. പുത്രദാരഗൃഹാദി ലൗകിക ബന്ധങ്ങളിൽ അസക്തനായിത്തീരണം. അവ കൂടാതെ തൻ്റെ ജീവിതം സഫലമാവുകയില്ല എന്ന ചിന്ത ഉപേക്ഷിക്കണം. ഇഷ്ടാനിഷ്ടാനുഭവങ്ങളിൽ സദാ സമചിത്തത പുലർത്തണം. ആത്മാവ് മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞ് എവിടെയും എപ്പോഴും മനസ്സാ ആത്മാവിനെ തന്നെ പിന്തുടരണം. സർവം ബോധമയം എന്ന് സദാ ഭാവന ചെയ്തുറപ്പിക്കണം. കഴിയുന്നത്ര ഏകാന്തമായി സമയം കഴിച്ചു കൂട്ടണം. ജനസമൂഹവുമായി ഇടപഴകാതെ നോക്കണം. ബോധമയമായ ആത്മാവേ ഉള്ളൂ എന്ന സത്യജ്ഞാനത്തിൽ നിന്നും മനസ്സ് വ്യതിചലിച്ചു പോകാതെ നോക്കണം. ആ ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ പദാർത്ഥങ്ങളെയൊക്കെ നോക്കിക്കാണണം. സത്യം മാത്രം സ്പഷ്ടമായി അനുഭവിക്കാനുള്ള ജ്ഞാനസാധനകളാണ് ഇപ്പറഞ്ഞതെല്ലാം. സത്യം മാത്രം സ്പഷ്ടമായി അനുഭവിക്കാനുള്ള ജ്ഞാനസാധനകളാണ് ഇപ്പറഞ്ഞതെല്ലാം. ഇതിന് വിപരീതമായതൊക്കെ അജ്ഞാനമാണ്. രാജാവേ, അഹങ്കാരം ശമിച്ചു കിട്ടണം. അതാണ് പ്രധാനം. അഹങ്കാരം ശമിച്ചാൽ രാഗദ്വേഷങ്ങൾ ക്ഷയിക്കും. സംസാര രോഗത്തിനുള്ള ഉത്തമ ഔഷധമാണ് അഹങ്കാര ശമനം. അത് സേവിച്ചാൽ ജ്ഞാനം അനുഭവമായി തീരും. ഭഗീരഥൻ പറഞ്ഞു, ഭഗവൻ, ശരീരബന്ധം അതീവ ദൃഢം. പർവ്വതത്തിൽ മരമെന്ന പോലെ ശരീരത്തെ ആശ്രയിച്ചു നിൽക്കുന്നതാണ് അഹംഭാവം. എങ്ങനെയാണ് ഇതിനെ ഉപേക്ഷിക്കുക? ത്രിതുലൻ മറുപടി നൽകി. പൗരുഷത്തോടെയുള്ള സത്യഭാവന കൊണ്ട് ലൗകിക ഭോഗഭാവനകളെ പുറന്തള്ളണം. ബോധഭാവനയെ വികസിപ്പിച്ച് സർവതോമുഖമാക്കണം. അങ്ങനെ അഹങ്കാരത്തെ വിലയിപ്പിക്കണം. ലജ്ജാ കുല ധനാദി അഭിമാനങ്ങൾ കൂടിച്ചേർന്ന് സ്വരൂപമായ ബോധത്തിൽ ഒരു യന്ത്രക്കൂട് പോലെ രൂപം കൊണ്ടിരിക്കുന്ന അഹംഭാവത്തെ സ്വരൂപബോധം മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് പുറന്തള്ളണം. അതോടെ അഹംഭാവവും സ്വരൂപത്തിൽ ലയിച്ച് എല്ലാം ഒന്നെന്ന ബോധം ഉദയം ചെയ്യും. അങ്ങനെ അഹങ്കാരം വിലയം പ്രാപിക്കുന്നതോടെ രാജാവേ, അങ്ങുതന്നെ പരമസത്യമായി അവശേഷിക്കും. വിശേഷ രൂപങ്ങളൊക്കെ ശമിക്കണം. അർത്ഥകളത്രാദി ഏഷണകളൊക്കെ മാറി നിർഭയനായിത്തീരണം. ഈ രാജ്യശ്രീ എല്ലാം ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കൂ. ഒന്നുമില്ലാത്തവനായിത്തീരൂ. അഹങ്കാരം വെടിഞ്ഞ് ദേഹചിന്തയും ഉപേക്ഷിച്ച് ശത്രുക്കളോട് തന്നെ ഭിക്ഷയാചിച്ച് ഗുരുവായ എന്നെയും കൈവിടൂ. ഇത് സാധിച്ചാൽ അങ്ങ് സർവോത്കൃഷ്ടമായ ആനന്ദ ബ്രഹ്മമായി അവശേഷിക്കും. അതിനപ്പുറം പിന്നെയൊന്നും നേടാനുണ്ടാവില്ല. വസിഷ്ഠൻ പറഞ്ഞു. ഗുരുമുഖത്തു നിന്നും ഇതെല്ലാം കേട്ടുറപ്പു വന്ന ഭഗീരഥൻ മനസ്സിൽ ചിലതെല്ലാം നിശ്ചയിച്ചുറച്ചുകൊണ്ട് തൻ്റെ ദൈനംദിന വ്യവഹാരങ്ങളിൽ മുഴുകി. കുറേ ദിവസം കഴിഞ്ഞ് സർവത്യാഗം ഉറപ്പുവരുത്താനായി അദ്ദേഹം അഗ്നിഷ്ടോമയജ്ഞം നിർവഹിച്ചു. പശുക്കൾ, ഭൂമി, കുതിരകൾ, സ്വർണസഞ്ചയം എന്നിത്യാദി സകല സമ്പത്തും ബ്രാഹ്മണർക്കും ദേവന്മാർക്കും ദുഃഖിതർക്കും ബന്ധുക്കൾക്കുമൊക്കെയായി തരാതരം പോലെ ദാനം ചെയ്തു. 3 ദിവസം കൊണ്ട് എല്ലാം പരിത്യജിച്ചു. ഭഗീരഥ മഹാരാജാവ് ഉടുവസ്ത്രം മാസ്ത്രം അവശേഷിച്ചവനായി നിലകൊണ്ടു. എല്ലാം വെടിഞ്ഞു നിൽക്കുന്ന പ്രഭുവിനെ കണ്ട് പ്രജകൾ ദുഃഖിതരായി അവർ നോക്കി നിൽക്കവേ തന്നെ ഒരു പുൽക്കൊടിയെ എന്നോണം രാജ്യത്തെ ശത്രുക്കളുടെ കൈകളിൽ ഏൽപ്പിച്ചു. രാജ്യം ശത്രുക്കൾ കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം കയ്യിൽ യാതൊന്നും തന്നെ ഇല്ലാതെ അവിടം വിട്ടുപോയി. പേരുകൊണ്ടോ കാഴ്ച കൊണ്ടോ തന്നെ തിരിച്ചറിയാൻ ഇടയില്ലാത്ത ഗ്രാമങ്ങളിലും വനപ്രദേശങ്ങളിലും നഗരപ്രാന്തങ്ങളിലും ധീരനായി ദിനങ്ങൾ കഴിച്ചുകൂട്ടി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുത്രകളത്രാദി ഏഷണകളൊക്കെ വിട്ടുമാറി മനസ്സ് ശാന്തമായി. മനസ്സ് പൂർണ്ണമായും ശമം പ്രാപിച്ചതോടെ ആത്മശാന്തി അനുഭവപ്പെട്ടു. ഭൂമണ്ഡലത്തിൽ പലയിടത്തും സഞ്ചരിച്ചു കൊണ്ടിരിക്കെ ഒരിക്കൽ യാദൃച്ഛികമായി ശത്രുവിനാൽ കീഴടക്കപ്പെട്ട സ്വന്തം രാജ്യത്തു തന്നെ അദ്ദേഹം എത്തിച്ചേർന്നു. യാത്രക്കിടയിൽ മുൻപിൽ കാണാനിടയായ വീടുകളിലെല്ലാം ഭിക്ഷയാചിച്ചു. പൗരന്മാരുടെ മന്ത്രിമാരുടെ ഒക്കെ വീടുകളിൽ കടന്നു ചെന്നു. മന്ത്രിമാരും പൗരന്മാരും പലരും അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. അവർ വിഷാദത്തോടുകൂടി പൂജാദ്രവ്യങ്ങൾ സമർപ്പിച്ചു വണങ്ങി. ശത്രുരാജാവും വന്നു വണങ്ങി രാജ്യം സ്വീകരിക്കാനായി അപേക്ഷിച്ചു. എത്ര അപേക്ഷിച്ചിട്ടും ആഹാരമല്ലാതെ മറ്റൊന്നും തന്നെ അദ്ദേഹം അംഗീകരിച്ചില്ല. കുറച്ച് ദിവസം അവിടെ കഴിഞ്ഞുകൂട്ടിയിട്ട് മറ്റൊരിടത്തേക്ക് പോയി. കഷ്ടം, നമ്മുടെ ഭഗീരഥ മഹാരാജാവിന് ഈ നില വന്നല്ലോ എന്ന് ജനങ്ങൾ ശോചിച്ചു.
അന്യരാജ്യത്തൊരിടത്ത് ഭഗീരഥൻ മനസ്സടങ്ങി ആത്മശാന്തി നേടി സുഖിയായി ആത്മാരാമനായി കഴിഞ്ഞുകൂടവേ ഒരു ദിവസം യാദൃച്ഛികമായി ഗുരുവായ ത്രിതുലനെ വീണ്ടും കണ്ടെത്തി. സ്വയം അദ്ദേഹത്തെ സ്വാഗതം ചെയ്ത് രണ്ടുപേരും ഒരുമിച്ച് കുറേ കാലം നഗരങ്ങളിലും വനങ്ങളിലും ഗ്രാമങ്ങളിലും പർവ്വതങ്ങളിലുമൊക്കെയായി ആനന്ദത്തോടെ കഴിച്ചുകൂട്ടി. ഗുരുവും ശിഷ്യനും ഒരുപോലെ പൂർണ്ണ സമത്വം കൈവന്നു. ഒരിക്കൽ രണ്ടുപേരും ഈ ദേഹം ഇങ്ങനെ നിലനിൽക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. ഈ ദേഹം എന്തിനിങ്ങനെ തുടർന്നു നിലനിൽക്കണം? അല്ലെങ്കിൽ ഈ ദേഹം വിട്ടു പോയതുകൊണ്ട് നമുക്കെന്ത് കൂടുതൽ ഗുണമാണ് വരാനുള്ളത്? ക്രമമനുസരിച്ചും ആചാരമനുസരിച്ചും വേണ്ട പോലെ ഇത് നിലനിൽക്കട്ടെ, എന്താണ് ദോഷം? ഇങ്ങനെ നിശ്ചയിച്ച് അവർ രണ്ടുപേരും വനത്തിൽ നിന്നും വനത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. ആനന്ദത്തെയോ ദുഃഖത്തെയോ മധ്യസ്ഥിതിയെയോ അവർ പ്രത്യേകം ഗണിച്ചതേയില്ല. ധനങ്ങൾ, രാജവിഭവങ്ങൾ, അഷ്ടൈശ്വര്യങ്ങൾ ഇവയൊക്കെ നൽകാമെന്ന് സിദ്ധന്മാർ അവരെ പ്രലോഭിപ്പിച്ചു നോക്കി. അവരതൊക്കെ ശുഷ്കതൃണം പോലെ തള്ളിക്കളഞ്ഞതല്ലാതെ ഒന്നും തന്നെ അംഗീകരിച്ചില്ല. അങ്ങനെയിരിക്കെ ഒരിക്കൽ ഒരു രാജ്യത്ത് പുത്രനില്ലാതിരുന്ന ഒരു രാജാവിനെ മരണം അപഹരിച്ചു. അനന്തരാവകാശിയെ കാണാനില്ലാതെ പ്രജകൾ ഖിന്നരായി. രാജ്യത്തെ ആചാരക്രമമെല്ലാം തകരാറിലായി. തുടർന്ന് ജനങ്ങൾ ലക്ഷണയുക്തനായ ഒരു രാജാവിനെ കണ്ടെത്താൻ ശ്രമം ആരംഭിച്ചു. ഈ ശ്രമത്തിനിടയിൽ അവിടുത്തെ ജനങ്ങൾ ഭിക്ഷയാചിച്ചു നടക്കുന്ന മുനിയായ ഭഗീരഥനെ കണ്ടുമുട്ടി. തിരിച്ചറിഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്ന സൈന്യത്തിൻ്റെ മുൻപിൽ നിർത്തി. മഴക്കാലത്ത് നദീവെള്ളം തള്ളിവന്ന് നിറയുന്നത് പോലെ സൈന്യം അദ്ദേഹത്തെ വലയം ചെയ്തു. ഭഗീരഥൻ മറ്റൊരു ഗജവീരൻ്റെ പുറത്ത് ആരൂഢനാക്കപ്പെട്ടു. മഹാരാജാവ് ഭഗീരഥൻ ജയിക്കട്ടെ എന്ന ജയഘോഷം അന്തരീക്ഷത്തിൽ മുഴങ്ങി. ആ ജയഘോഷങ്ങൾ പർവ്വത ഗുഹകളിൽ ചെന്നലച്ച് പ്രതിധ്വനിച്ചു. ഭഗീരഥൻ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു. മരിച്ച മഹാരാജാവിൻ്റെ പ്രജകൾ ഭഗീരഥ മഹാരാജാവിനെ വന്നു കണ്ടു. അവരറിയിച്ചു, രാജാവേ, ഞങ്ങളുടെ നാടു നീങ്ങിയ മഹാരാജാവിനെ അങ്ങാണ് മുൻപ് രാജപദവി നൽകി ഇവിടുത്തെ ഭരണാധികാരിയാക്കിയത്. മീൻ മാംസം വിഴുങ്ങുന്നത് പോലെ മരണം അദ്ദേഹത്തെ വിഴുങ്ങിക്കളഞ്ഞു. അതുകൊണ്ട് അങ്ങു തന്നെ ഇനി ഈ രാജ്യം ഭരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം. അപേക്ഷിക്കാതെ വന്നുചേരുന്ന ഐശ്വര്യത്തെ ത്യജിക്കുന്നത് ഉചിതമല്ല. പ്രജകളുടെ വിനയാന്വിതമായ ഈ ആവശ്യം രാജാവ് അംഗീകരിച്ചു. സമുദ്രമതിരായുള്ള വലിയൊരു ഭൂമണ്ഡലത്തിൻ്റെ അധിപനായിത്തീർന്നു ഭഗീരഥൻ. തികഞ്ഞ സമത്വ ബുദ്ധിയോടുകൂടി ശാന്തചിത്തനായി രാഗദ്വേഷ വൈകൃതങ്ങളില്ലാതെ അദ്ദേഹം രാജ്യം ഭരിച്ചു. അന്നു വന്നുചേരുന്ന കാര്യങ്ങളിൽ വിശേഷിച്ച് കൗതുകമോ വിസ്മയമോ ഇല്ലാതെ വേണ്ട പോലെ വ്യാപരിച്ചു കഴിഞ്ഞുകൂടി. തുടർന്ന് 1000 കൊല്ലം കഠിനമായ തപസ് അനുഷ്ഠിച്ച് സ്വർഗഗംഗയെ ഭൂമിയിൽ കൊണ്ടുവന്ന് സ്വപിതാമഹന്മാരെ ഉദ്ധരിച്ചു. ഭഗീരഥ മഹാരാജാവിൻ്റെ കീർത്തി ധാവള്യം എങ്ങും പ്രചരിപ്പിച്ചുകൊണ്ട് ഭാഗീരഥി ഇന്നും ഭൂമണ്ഡലത്തെ പവിത്രയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് ശ്രീ വാൽമീകിയെ മോക്ഷോപായേ നിർവാണപ്രകരണേ ഭഗീരഥോപാഖ്യാനം നാമ അഷ്ടമഃ സർഗഃ. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്. അടുത്തത് സർഗം 9, ശിഖിധ്വജോപാഖ്യാനം.